നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടത് സംഘടനാ നേതാവിന് വേണ്ടി PSC പരീക്ഷ അട്ടിമറിച്ച് PSCയുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് KSU. കാസർഗോഡ് PSC ഓഫീസ് ഉപരോധിച്ചു. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും കിട്ടാനില്ല. MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ചെർക്കള മുട്ടത്തോടിയിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുല്ല C എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. വെള്ളരിക്കുണ്ട് നാട്ടക്കലിൽ എലിവിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് മരിച്ചത്. COA കാസർഗോഡ് മേഖലാ ജനറൽ ബോഡി യോഗം നടന്നു. SSLC, +2 മറ്റു ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 3 വരെ കാലിക്കടവിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കൺവെൻഷൻ നടന്നു. ഇടത് സർക്കാർ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് K. നീലകണ്ഠൻ MLA. വാർത്തകൾ വിശദമായി. KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PSC ഓഫീസ് ഉപരോധിച്ചു. ഇടത് സംഘടനാ നേതാവിന് വേണ്ടി PSC പരീക്ഷ അട്ടിമറിച്ച് PSCയുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം നടത്തിയത്. ഇടത് സംഘടനാ നേതാവിന് അനുകൂലമായി PSC പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ചും ഇതിലൂടെ PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വഞ്ചിക്കപ്പെടുകയും ചെയ്തുവെന്നാരോപിച്ചും KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് PSC ഓഫീസ് ഉപരോധിച്ചു. സംസ്ഥാനത്ത് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധ പരിപാടിയിൽ KSU പ്രവർത്തകർ PSCയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. SITയുടെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതും കൂടുതൽ ഇടത് നേതാക്കൾ ഉൾപ്പെടെ ഈ അട്ടിമറിയിൽ പങ്കെടുത്തതായും മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ ആവശ്യപ്പെട്ടു. ഓരോ ദിവസവും പുതിയ അട്ടിമറിയുടെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച PSC ചെയർമാനടക്കം കൂട്ടുനിന്നു എന്ന് സംശയിക്കുന്നതായും എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിയുവാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം നിരന്തരം ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ജവാദ് പുത്തൂർ പറഞ്ഞു. പ്രവർത്തകർ PSC ഓഫീസ് കവാടത്തിനു മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ, ജില്ലാ ട്രഷറർ നുഹ്മാൻ പള്ളങ്കോട്, അബിൻ കൃഷ്ണ, വിഷ്ണു ഇരിയണ്ണി, സുജിത്ത് K, വൈഷ്ണവ് കോളിച്ചാൽ, ഷജാഹ് പട്ല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും കിട്ടാനില്ല. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലുമില്ല.
ആശുപത്രിയിലെത്തുന്ന രോഗികൾ പുറത്തുനിന്നാണ് ഇപ്പോൾ മരുന്ന് വാങ്ങുന്നത്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യേണ്ട മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഏപ്രിൽ മാസത്തെ മരുന്ന് പോലും വിതരണം ചെയ്തിട്ടില്ല. ജില്ലയിൽ മാനേജർ തസ്തികയിൽ പോലും ആളില്ലാത്ത സ്ഥിതിയാണ്. കോർപ്പറേഷന്റെ കാഞ്ഞങ്ങാട് വെയർഹൌസിലും അവശ്യ മരുന്നില്ലാത്ത സ്ഥിതിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഫണ്ടിൽ നിന്നാണ് സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നിന് പണം നൽകുന്നത്. പല സ്ഥാപനങ്ങളിലും ഫണ്ടില്ലാത്തതും മരുന്നു വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവശ്യ മരുന്നുകൾക്ക് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾ കൂടിയത് മരുന്നുക്ഷാമത്തിന് കാരണമായെന്നാണ് അധികൃതരുടെ വിശദീകരണം. മരുന്ന് വാങ്ങാൻ ഓർഡർ നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MP ജീജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് കോടതി. ചെർക്കള മുട്ടത്തോടിയിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുള്ള C എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. ലഹരിമരുന്ന് കൈവശം വെച്ച കേസിൽ പ്രതിക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ച് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ചെർക്കള മുട്ടത്തോടി ഗ്രാമത്തിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുള്ള C എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. 3 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴ ഒടുക്കുന്നതിനുമാണ് വിധി. പിഴ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 3 മാസം കൂടി അധിക കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വിനായക റാവു R ആണ് വിധി പ്രസ്താവിച്ചത്. 2020 സെപ്റ്റംബർ 26 രാത്രി ചെർക്കളയിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അബ്ദുള്ളയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പിടിച്ചെടുക്കുകയായിരുന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന വിഷ്ണുപ്രസാദാണ് സംഭവസ്ഥലത്ത് വെച്ച് പ്രതിയെ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തത്. അന്നത്തെ വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ വിജയൻ VK ആണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണുഗോപാലൻ P ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളരിക്കുണ്ട് നാട്ടക്കല്ലിൽ എലിവിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് മരിച്ചത്. വെള്ളരിക്കുണ്ട് നാട്ടക്കല്ലിലെ പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് വ്യാഴാഴ്ച രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. 5 ദിവസം മുമ്പ് ഭർത്താവ് സതീഷിന്റെ വെള്ളരിക്കുണ്ട് ആനമഞ്ഞളിലെ വീട്ടിൽ വച്ച് എലിവിഷൻ കഴിച്ച് അവശയായ ദീപയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ച് മരിച്ചു. വെള്ളരിക്കുണ്ട് ആനമഞ്ഞളിലെ സതീശനാണ് ഭർത്താവ്. ശ്രീദീപ് തഥ ശ്രീയാം ദേവ് എന്നിവർ മക്കളാണ്. നാട്ടക്കല്ലിലെ പത്മനാഭന്റെയും ബിന്ദുവിന്റെയും മകളാണ്. ദീപു, ദിവ്യ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖല ജനറൽ ബോഡി യോഗം നടന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സെഞ്ചുറി പാർക്ക് ഹാളിൽ നടന്ന യോഗത്തിൽ SSLC, +2 മറ്റ് ഉന്നത പരീക്ഷകൾ എന്നിവയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖല ജനറൽ ബോഡി യോഗം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സെഞ്ചുറി പാർക്ക് ഹാളിൽ നടന്നു. മേഖലാ അംഗങ്ങളും COA ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ വെച്ച് SSLC, +2 മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗവും KCCL ഡയറക്ടറുമായ M ലോഹിതാക്ഷൻ, COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, മുതിർന്ന ഭാരവാഹിയായ ഉസ്മാൻ പാണ്ഡ്യാൽ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം നിർവഹിച്ചു. COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് P, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. COA കാസർഗോഡ് മേഖലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ B സ്വാഗതവും മേഖലാ ട്രഷറർ ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 3 വരെ കാലിക്കടവിൽ നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ല ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻഷിപ്പ് കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിലെ 4 വേദികളിലായി ഓഗസ്റ്റ് 3 വരെ നടക്കും.
സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുമായി 800 താരങ്ങളും 100 ഒഫീഷ്യലുകളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. പരമ്പരാഗത യോഗാസന, യോഗ, ഡാൻസ് മത്സരങ്ങൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് കൂടി കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓഗസ്റ്റ് 3 ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങും നടക്കും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 10, 12, 12, 14, 14, 18 അത് സബ് ജൂനിയർ, ജൂനിയർ കാറ്റഗറിയാണ്. അതിനുശേഷം 18, 21, 21, 25, 25, 30, 30, 35, 35, 45, 45 മുകളിൽ സീനിയർ കാറ്റഗറി. ഇത് കൂടാതെ പ്രൊഫഷണൽ യോഗാസന മത്സരം എന്ന് പറഞ്ഞ് നാഷണൽ റഫറിമാരായ ആൾക്കാർക്ക് പ്രത്യേക 2 ഏജ് ഗ്രൂപ്പിൽ മത്സരമുണ്ട്. ഇത് കൂടാതെ യോഗ ഡാൻസ് മത്സരം, ഇതിൽ ഏറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ അഭ്യാസങ്ങളോടുകൂടിയുള്ള സംഗീതവും താളലയാത്മകമായ ഒരു ഇനമാണ് ഫ്രീ ഫ്ലോ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് 5 മത്സരാർത്ഥികൾ ഒരു ഗ്രൂപ്പിലുണ്ടാവും. അത് 5 പെൺകുട്ടികളാവാം, 5 ആൺകുട്ടികളാവാം, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ചേർന്നിട്ടുള്ളതാവാം. അതുപോലെ തന്നെ റിതമിക്ക്, ആർട്ടിസ്റ്റിക്ക്. റിതമിക്ക് 2 പേർ ചേർന്നിട്ടുള്ളതാണ്. ആർട്ടിസ്റ്റിക്ക് സിംഗിളുമുണ്ട്, ഡബിളുമുണ്ട്. സംഘാടക സമിതി ചെയർമാൻ CM മീനാകുമാരി, യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് B ബാലചന്ദ്രൻ, ജനറൽ സെക്രട്ടറി K രാജഗോപാൽ, സെക്രട്ടറി ഷീജ അസ്ലം, സംഘാടക സമിതി കൺവീനർ KV ഗണേഷ്, അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MV നാരായണൻ, സെക്രട്ടറി KP പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇടത് സർക്കാർ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് കെ നീലകണ്ഠൻ MLA. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കഴിഞ്ഞ 10 വർഷക്കാലം ജീവനക്കാരുടെ നിരവധിയായ ആനുകൂല്യങ്ങൾ ഇടതു സർക്കാർ കവർന്നെടുത്തിട്ടുണ്ടെന്നും അവയൊക്കെ ഘട്ടം ഘട്ടമായി തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഉദുമ MLA കെ നീലകണ്ഠൻ പറഞ്ഞു. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഇടതുഭരണകാലത്ത് സിവിൽ സർവീസ് കടന്നുപോയതെന്നും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആത്മാഭിമാനം സംരക്ഷിക്കുമെന്നും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള ശക്തമായ അണിയറ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണം. നമ്മുടെ തടഞ്ഞു വെച്ച ആനുകൂല്യം നമുക്ക് കിട്ടും. പക്ഷേ നമുക്കൊന്നറിയാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എവിടെയെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ മറ്റ് ആനുകൂല്യങ്ങളും അത് സമയപരിധി നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് ശക്തമായ രീതിയിൽ നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയട്ടെ. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി മുഖ്യഭാഷണം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് രഘു ഇരിയണ്ണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വത്സല കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് MB ആചാർ, ബ്രിജേഷ് പൈനി, ജില്ലാ സെക്രട്ടറി VTP രാജേഷ്, ജില്ലാ ട്രഷറർ VM രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി, നവനീത് കൃഷ്ണൻ, ജയൻ OD, ഹരീഷ് കൊടക്കാട്, മനോജ് മേലത്ത്, ജയരാജ് പെരിയ, ഗിരിജ മാപ്പിടിച്ചേരി, ശിവകുമാർ, ബാലകൃഷ്ണൻ പെരിയങ്ങാനം, കുശലൻ കുറുന്തൂർ, പ്രതീഷ് K, സഫീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ അണ്ടർപാസിന് സമീപം പുതുതായി ആരംഭിച്ച അയാഷ് ക്ലിനിക് ആൻഡ് ലബോറട്ടറിയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 2 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിൽ ജനറൽ ഹെൽത്ത് ചെക്കപ്പ്, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ വിവിധ പരിശോധനകളും എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുഭവസമ്പന്നരായ ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കും. ആരോഗ്യം എല്ലാവർക്കും പ്രാപ്യമാക്കുക, മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് അയാഷ് ക്ലിനിക്കിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കനച്ചൂർ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും അയാഷ് ക്ലിനിക്ക് മേധാവിയുമായ ഡോക്ടർ സുജിന കുഞ്ചത്തൂർ വ്യക്തമാക്കി.
ക്യാമ്പിൽ ജനറൽ ഹെൽത്ത് ചെക്കപ്പ്, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ വിവിധ പരിശോധനകളും എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുഭവസമ്പന്നരായ ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാകും. എല്ലാ പ്രായത്തിലുള്ളവർക്കും ക്യാമ്പിലേക്ക് പ്രവേശനം സൗജന്യമാണെന്നും അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള വിശ്വസനീയമായ പരിശോധനകളും പരിശോധനാ ഫലങ്ങൾ തടസ്സമില്ലാതെ പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ചത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പൊതുജനങ്ങൾ ഈ ആരോഗ്യ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഞാൻ ഡോക്ടർ സുസീന സയ്യിദ് അലി, കനച്ചൂർ മെഡിക്കൽ കോളേജിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ, പ്ലസ് ആയുഷ് ക്ലിനിക് ആൻഡ് ലാബോറട്ടറി സർവീസിൻ്റെ ഓണർ. ഇതിപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ക്ലിനിക് പ്ലസ് ലാബോറട്ടറി സർവീസസ്. ഇത് സിറ്റുവേറ്റ് ആകുന്നത് ഞങ്ങളെ കുഞ്ചത്തൂർ KPS ബിൽഡിംഗ്, കുഞ്ചത്തൂർ അണ്ടർ ബൈപ്പാസിൻ്റെ അടുത്തായിട്ട്. ഈ ആഴ്ച തന്നെ ഞങ്ങൾക്ക് ഈ സൺഡേ ഞങ്ങളൊരു ഫ്രീ ഹെൽത്ത് ക്യാമ്പ് കണ്ടക്റ്റ് ആക്കുന്നത്. മെയിൻലി ബ്ലഡ് ഷുഗർ ടാർഗറ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ എയിം, ഡയബറ്റീസ് ഭയങ്കര കോമൺ ആയതുകൊണ്ട് ഏർലി സ്ക്രീനിങ്, ഏർലി പ്രിവെൻഷൻ ഞങ്ങളുടെ ഗോൾ. അപ്പോൾ വരുന്ന എല്ലാവർക്കും RBS ഫ്രീ ആയിട്ട് ആക്കുന്നത്. പ്ലസ് അതുകൂടാണ്ട് അതിൻ്റെ കൺസൾട്ടേഷനും ഞങ്ങൾ ആക്കുന്നത്. പ്ലസ് അതുകൂടാണ്ട് കുറേ ഞങ്ങളെ ലാബോറട്ടറി സർവീസസിന് 50% ഡിസ്കൗണ്ടും ഉണ്ട്. സോ ഐ റിക്വസ്റ്റ് എല്ലാവരുടെ അടുത്തും ഇത് നല്ലോണം യൂസ് ആക്കിയിട്ട് ഇത് എല്ലാ നീഡുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ഖാദർ, മാനേജിംഗ് ഡയറക്ടർ സയ്യിദ് ഷഗൂരു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം ചൗക്കി ഉദ്യാവറിൽ കേരള ജല അതോറിറ്റിയുടെ കീഴിൽ പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി റോഡരികിൽ കുഴികളെടുത്ത് പണി പൂർത്തിയാക്കിയ ശേഷം അവ മൂടാതെ ഉപേക്ഷിക്കുന്ന അധികൃതരുടെ അശ്രദ്ധയ്ക്കെതിരെ ജനരോഷം ശക്തമാകുന്നു. ഈ കടുത്ത അലംഭാവം മൂലം പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ നടക്കുന്നുണ്ടെന്നും ഭയത്തോടെയാണ് യാത്രക്കാർ റോഡിലൂടെ സഞ്ചരിക്കുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. സമീപകാലത്ത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 9ാം വാർഡിൽപ്പെട്ട ചൗക്കി ഉദ്യാവറിൽ ബസ് സ്റ്റാൻഡിന് സമീപം പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വലിയ കുഴികൾ എടുത്തിരുന്നു. എന്നാൽ പണി കഴിഞ്ഞിട്ടും ഈ കുഴികൾ ഇതുവരെ കൃത്യമായി മൂടിയിട്ടില്ല. ഇതിന്റെ ഫലമായി ഇവിടെ ഇതിനകം 2 അപകടങ്ങൾ സംഭവിക്കുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ചൗക്കി ഉദ്യാവറിൽ മാത്രമല്ല, ഇതിനു സമീപമുള്ള പാവൂർ പ്രദേശത്തും സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളത്. പൈപ്പ് ലൈൻ നിർമ്മാണത്തിന്റെ പേരിലെടുത്ത കുഴികൾ മൂടാതെ ജല അതോറിറ്റി അധികൃതർ സ്ഥലം വിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജല അതോറിറ്റിയുടെ ഈ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം കാരണം ദിനംപ്രതി ഇരുചക്രവാഹന യാത്രികരും കാൽനടയാത്രക്കാരും വലിയ അപകടങ്ങളാണ് നേരിടുന്നത്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ തുറന്നുകിടക്കുന്ന കുഴികൾ പെട്ടെന്ന് കാണാൻ കഴിയാത്തത് വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. കൂടുതൽ ജീവഹാനികൾ ഉണ്ടാകുന്നതിന് മുൻപ് ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളും അടിയന്തരമായി ഇടപെടണമെന്നും തുറന്നുകിടക്കുന്ന കുഴികൾ ഉടൻ മൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ശക്തമായ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. വെച്ചിട്ടുണ്ടല്ലേ, നേരെ അവിടെ ഉണ്ടാക്കി ഓട് പോന്നെ, വേറെ എന്തില്ല. ആ വിളിക്കുമ്പോൾ ചെല്ലുന്ന ഇപ്പൊ ഞങ്ങൾ ആക്കുന്നു, പിന്നെ ഇല്ല ഇന്നേ വരുന്നൊന്നും വേറെ ഇല്ല. ഗവൺമെന്റ് ഹൈസ്കൂളും സിറാജുലുദ ഹൈസ്കൂളും പിന്നെ ബഡാജ് LP സ്കൂളും പിന്നെ 4 മദ്രസ ഇതുവരെ ഞങ്ങൾ വേണ്ടിയിട്ടില്ല. ബൈക്ക് ആക്റ്റീവ് ആക്സിഡന്റ് ആയിരുന്നു, പിന്നെയാണ് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങി. ഇവിടെ സ്ഥലമില്ല, ക്രോസിംഗ് ചെയ്യാൻ സ്ഥലം. റോഡ് നോക്കില്ല, ആകെ റോഡ് നിങ്ങൾ റോഡൊന്ന് നോക്കിയോ? റോഡ് നോക്കിയാൽ അറിയാം, ക്രോസിംഗ് ചെയ്യാൻ റോഡില്ലല്ലോ. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കെതുമ്പാടി പോകുന്ന റോഡ്, ഈ റോഡിൻ്റെ വശത്ത് ഈ വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ച കുഴിയാണിത് ആ കാണുന്നത്. അത് ഇതുവരെ മൂടിയിട്ടില്ല. നിരവധി ആക്സിഡൻറ്റ് ഇവിടെ വന്നു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ ഈ റോഡിലൂടെ തന്നെ പോകും. 2-3 കോളേജുണ്ട്, സ്കൂളുണ്ട്. മറ്റ് ബൈക്ക് യാത്രക്കാരും വെള്ളം നിറഞ്ഞു നിന്നാൽ ഇത് കാണാനില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കുഴി മൂടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
കളിച്ചിട്ട് പോയത്. അതിന് പിന്നെ റിപ്പയറൊക്കെ വന്നിട്ട് ഇത് കുറേ ആക്സിഡൻ്റ് അല്ലാന്ന്. ഹൈവേ ഇത് മലയോര ഹൈവേ അല്ലേ, ഇത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കൊണ്ട് കഴിച്ചിട്ട് വന്നത് അതിനെ കളക്കിട്ട് ശരിയാക്കാതെ പോകേണ്ടത് കൂടെ പോകുന്ന ആൾക്കാർക്കെല്ലാം ഒരുപാട് നഷ്ടമാകും. അത് തണ്ണി പൊട്ടിക്കത്ത് ആടെ തണ്ണി പൊട്ടിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ, അവിടെ വരുന്നില്ല റിപ്പയറാക്കാൻ. ഇപ്പോൾ തണ്ണി മഴക്കാലത്ത് തണ്ണി ഉണ്ടാവും, പിന്നെ വേനൽക്കാലത്ത് തണ്ണി ഉണ്ടാവില്ല, അപ്പുറത്തെ തണ്ണിൻ്റെ ബില്ല് വരും. ഇതെല്ലാം ബില്ല് കൊടുക്കാനെല്ലാം ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് പണിയാക്കാനേ അവർക്ക് അറിയുന്നില്ല. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. GBLPS മംഗൽപാടി സ്കൂളിൽ ബാലസഭയുടെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത ചിത്രകാരൻ പ്രകാശൻ മാസ്റ്റർ ബാലസഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ സർഗാത്മകതയും വായനാശീലവും കലാപരമായ കഴിവുകളും വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിത്രകാരൻ പ്രകാശൻ മാസ്റ്റർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. ഏറെ ആവേശത്തോടെയാണ് കുട്ടികൾ ചിത്രങ്ങൾ വരച്ച് തങ്ങളുടെ കലാവാസനകൾ പ്രകടിപ്പിച്ചത്. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഞ്ജന ടീച്ചർ, സുജാത ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഗാനങ്ങൾ, കവിതകൾ, അഭിനയം, മറ്റു വിവിധ അവതരണങ്ങൾ എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. ഇളവേക്കും ചില്ലിൻ കൂട് കലമാനം റബ്ബർ പുലിയും കലരുന്നൊരു പ്ലാസ്റ്റിക് കാട് മുറിനീളെ പച്ച വിളിച്ച് തരി ചിന്നിപ്പായും വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ചടങ്ങിനെ ഏറെ ശ്രദ്ധേയമാക്കി. പരിപാടിയുടെ സമാപനത്തിൽ പ്രകാശൻ മാസ്റ്റർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ചന്ദ്രകാന്ത് മാസ്റ്റർ സ്വാഗതവും മൻസൂർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവങ്ങളും പ്രചോദനവും സമ്മാനിച്ചുകൊണ്ട് ബാലസഭ ഉദ്ഘാടന പരിപാടി വൻ വിജയകരമായി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഒരു പന്ത് ചോദിച്ച തൃക്കരിപ്പൂർ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമിയിലെ കുരുന്നുകൾക്ക് സന്ദീപ് വാര്യർ MLA നൽകിയത് 5 ഫുട്ബോളുകൾ. കഴിഞ്ഞ ദിവസം തൈക്കിൽ ടർഫിൽ റോട്ടറി ക്ലബിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം നടക്കവെയാണ് കുഞ്ഞുതാരങ്ങൾ MLAയോട് പന്ത് ആവശ്യപ്പെട്ടത്. ഒരു പന്ത് ചോദിച്ച തൃക്കരിപ്പൂർ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമിയിലെ കുരുന്നുകൾക്ക് സന്ദീപ് വാര്യർ MLA നൽകിയത് 5 ഫുട്ബോളുകൾ. സെന്റ് പോൾസ് AUP സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിയായ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമിയിലെ സ്ട്രൈക്കർ M ആരാധ്യയാണ് സന്ദീപ് വാര്യർ MLAയോട് പന്ത് തരുമോ എന്ന് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം തൈക്കിൽ ടർഫിൽ റോട്ടറി ക്ലബിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം നടക്കവെയാണ് സംഭവം. അപ്പോൾ തന്നെ MLA കുട്ടികളെ അടുത്തു വിളിച്ച് 5 പന്തുകൾ തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. എന്നാൽ ഫുട്ബോൾ സംഘാടകരെയും പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകൻ തടിയൻകൊവ്വലിലെ VM മഹേഷിന്റെയും BP മാലതിയുടെയും മകൾ ആരാധ്യയെയും അമ്പരപ്പിച്ച് 24 മണിക്കൂറിനകം സന്ദീപ് വാര്യർ MLA വാക്കുപാലിച്ചു. ബീരിച്ചേരി ടർഫിൽ പരിശീലനത്തിനെത്തിയ കുട്ടികൾക്ക് 5 ഫുട്ബോളുകൾ എത്തിച്ചു നൽകി. ആഭ്യന്തരമന്ത്രി കാസർഗോഡ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, തൃക്കരിപ്പൂരിൽ എൻ്റെ നാട്ടിൽ ഇങ്ങനെ പെൺകുട്ടികൾ ഫുട്ബോൾ കളിച്ച് വളരുന്നുണ്ട്. അതിലൊരു കുട്ടി പോർച്ചുഗലിൽ പോയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ഇന്ത്യയുടെ പുരുഷ ടീം ലോകകപ്പ് നേടുന്നതിന് മുൻപായിട്ട് എൻ്റെ തൃക്കരിപ്പൂരിലെ പെൺകുട്ടികൾ ഈ രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് നേടുന്ന ഒരു സുദിനമാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അങ്ങയുടെ നേതൃത്വം നടക്കുന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നടക്കുന്ന ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായിട്ട് ഞങ്ങളുടെ പെൺകുട്ടികൾ ഇവിടെ നല്ലൊരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു എന്ന് അദ്ദേഹത്തെ അറിയിച്ചത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു,
ഞാൻ കുറച്ച് പന്ത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടി സമ്മാനമാണെന്ന് പറയണം, ഗിഫ്റ്റാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി ഭാരവാഹികളായ ഡോക്ടർ വി രാജീവൻ, രാജേഷ് മാപ്പിടിച്ചേരി, മെട്ടമ്മൽ പത്മനാഭൻ, പരിശീലകൻ സജി കരിവള്ളൂർ, കെ ശാലിനി, റോട്ടറി ഭാരവാഹികളായ കെ വി ഗംഗാധരൻ, അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, ഫുട്ബോൾ സംഘാടകനായ VPP ഷുഹൈബ് എന്നിവർ കളി പരിശീലന സ്ഥലത്തെത്തിയിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി PV കൃഷ്ണൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പും നടത്തി. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ PV കൃഷ്ണൻ അനുസ്മരണ പരിപാടിയും തുടർന്ന് ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മാധവൻ മണിയറ അനുസ്മരണ പരിപാടിയിൽ പതാക ഉയർത്തുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അവരുയർത്തിയ ചോരച്ചങ്കൊടി ഞങ്ങൾ ഉയർത്തിക്കെട്ടും. നേതാവ്, സംസ്ഥാന നേതാവ് നിലയിൽ ഈ മേഖലയിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി 10,000-കണക്കിന് തൊഴിലാളികളെയാണ് ഈ യൂണിയനിലേക്ക് സഖാവ് കൃഷ്ണേട്ടൻ കൊണ്ടുവന്നത്. അതിൻ്റെ ഫലം കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് സഖാവ് PV കൃഷ്ണേട്ടൻ മോട്ടോർ ട്രാൻസ്പോർട്ടിൻ്റെമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാകുന്നത്. അതുവരെ യാതൊരു ആനുകൂല്യവും ഒരു പ്രതിഫലവും ലഭിക്കാത്ത 10,000-കണക്കിന് വരുന്ന മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയനായിട്ടുള്ള അതിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ ക്ഷേമനിധി ആനുകൂല്യം അവരുടെ അവകാശ സമ്പാദന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നേടിയെടുക്കാൻ സഖാവ് കൃഷ്ണേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ പ്രസിഡന്റ് രാജൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. വരദരാജപ്പൈ രക്തദാന സേനാ ചെയർമാൻ രാമചന്ദ്രൻ മധൂർ, യൂണിയൻ ഡിവിഷൻ വൈസ് പ്രസിഡന്റുമാരായ ഗംഗാധരൻ അത്തനാടി, ചന്ദ്രശേഖരൻ ഉപ്പള, ജോയിന്റ് സെക്രട്ടറിമാരായ മോഹനൻ കാടകം, സുരേഷ് കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി സത്യജിത്ത് പെരിയ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ സദാനന്ദൻ കുമ്പള, സന്ധ്യ ബസ് ഡ്രൈവർ ബാലചന്ദ്രൻ, ഷാഫി അടൂർ, യൂണിയന്റെ പ്രധാന പ്രവർത്തകരായ രത്നാകര ആൽവ, ജാനകി ബസ് കണ്ടക്ടർ ഷെരീഫ്, ശിവകുമാർ കല്ലക്കട്ട, ലതീഷ് അടൂർ, സന്തോഷ് കുമാർ ബായാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ സത്യജിത്ത് പെരിയ, രാമചന്ദ്രൻ മധൂർ, സുരേഷ് കോട്ടൂർ, ലതീഷ് BP അടൂർ, ശിവകുമാർ കല്ലക്കട്ട, വിഷ്ണു കുമ്പള, ജാനകി ബസ് കണ്ടക്ടർ ഷെരീഫ്, ദേവി ബസ് ഡ്രൈവർ പീതാംബരൻ, സതീശൻ ഇച്ചിലങ്കോട്, രാജു മഞ്ചേശ്വരം, അമൽദേവ് ബന്ദടുക്ക തുടങ്ങിയവർ രക്തദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ട്രാക്ടർ ഡ്രൈവിംഗ് പരിശീലന ക്ലാസ് നടത്തി. കാരാട്ടുവയലിൽ നടന്ന പരിശീലന ക്ലാസ്സിൽ വാഹനത്തിന്റെ പ്രവർത്തന രീതി, പ്രാഥമിക തകരാറുകൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ പരിശീലനം നൽകി. ആത്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ട്രാക്ടർ ഡ്രൈവിംഗ് പരിശീലന ക്ലാസ് നടത്തി. കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനും യന്ത്രവൽകൃത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കുന്നതിനും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. കാരാട്ടുവയലിൽ നടന്ന പരിശീലന ക്ലാസ്സിൽ വാഹനത്തിന്റെ പ്രവർത്തന രീതി, പ്രാഥമിക തകരാറുകൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ പരിശീലനം നൽകി. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ S രമേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. നമ്മുടെ കാർഷിക മേഖല ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം വിദഗ്ധ തൊഴിലാളികളുടെ അഭാവമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവനും ആത്മയും സംയുക്തമായി ഇന്ന് കാരാട്ടുവയലിൽ കർഷക ട്രാക്ടർ പരിശീലനം നടത്തുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ, യുവാക്കൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ട്രാക്ടറുകൾ ധാരാളം ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ള ഡ്രൈവർമാർ ഇല്ലാത്തതാണ് വലിയ പ്രശ്നം. നല്ല നല്ല ട്രാക്ടറുകൾ കട്ടപ്പുറത്ത് കിടക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളിയ പരിശ്രമമാണ് ഇന്ന് നടത്തുന്നത്. ഇത് നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന നാളുകളിൽ നമ്മുടെ വയലുകളിൽ ധാരാളം പുതിയ ചെറുപ്പക്കാരും പുതിയ ആളുകളും ട്രാക്ടർ ഉപയോഗിക്കാൻ പഠിച്ച ആളുകൾ ഉണ്ടായാൽ ഇവിടെയുള്ള തരിശു നിലങ്ങൾ നമുക്ക് കൃഷിയോഗ്യമാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
പാടശേഖര സമിതി അംഗം പി സുശാന്ത്, കർമ്മസേന പ്രസിഡന്റ് എം മനോജ് കുമാർ, ട്രാക്ടർ പരിശീലകൻ നിഷാന്ത് മൂവാരിക്കുണ്ട്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ പി ലതാകുമാരി, കെ നിഷിത, ആത്മ BTMമാരായ ടി കെ ശ്രീവിദ്യ, സി ഹർഷ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GMUPS പള്ളിക്കരയിൽ നിന്നും ഇൻസ്പയർ അവാർഡ് നേടിയതിന്റെ ഭാഗമായി ജപ്പാനിലെ സാക്കുറ ശാസ്ത്ര ക്യാമ്പിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മുഹമ്മദ് ആദിലിനുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ജനറൽ ബോഡി യോഗവും നടന്നു. GMUPS പള്ളിക്കരയിൽ നിന്ന് ഇൻസ്പയർ അവാർഡ് നേടിയതിന്റെ ഭാഗമായി ജപ്പാനിലെ സാക്കുറ ശാസ്ത്ര ക്യാമ്പിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മുഹമ്മദ് ആദിലിനുള്ള അനുമോദന യോഗം നടന്നു. ജനറൽ ബോർഡ് യോഗവും സംഘടിപ്പിച്ചു. പരിപാടി ഉദുമ MLA കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം ആശംസിച്ച ഹെഡ്മാസ്റ്റർ കെ ഹരിദാസ്, ഇവിടെ അനുമോദന സംഭാഷണം നടത്തുന്ന DDE PV റഫീഖ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അസുറാബി റഷീദ്, മുനീർ തമന, രാജേഷ് പടിക്കര, ശ്രീ അക്കീം കുന്നിൽ, ശ്രീ സിദ്ദിഖ് പള്ളിപ്പുഴ, ശ്രീ മാഹി കുച്ചക്കാട്, ശ്രീ സുകുമാരൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സരിത ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇതിവിടെ നമുക്കറിയാം, ഈ സ്കൂളിൽ നിന്നും പഠിച്ച മുഹമ്മദ് ആദിൽ എന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരു ശാസ്ത്ര പഠനം നടത്തിയ അടിസ്ഥാനത്തിൽ കാസർഗോഡ് DDE PV റഫീഖ് മുഖ്യാതിഥിയായിരുന്നു. CM കിഡ്സ് സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭന നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ കെ ഹരിദാസ് സ്വാഗത ഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അസുറാബി റാഷിദ്, മുനീർ തമന്ന, സുകുമാരൻ പൂച്ചക്കാട്, ഹക്കീം കുന്നിൽ, മാഹിൻ പൂച്ചക്കാട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 2024 ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും അതുവരെ ജീവനക്കാർക്ക് ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്നും NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ അപാകതകൾ പരിഹരിച്ച് എല്ലാ ആശുപത്രികളിലും ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പോട്ട് പോകുമ്പോൾ സംഘടനാ പ്രവർത്തനം വളരെയധികം വീക്കായിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് 2019 ശേഷം നേരത്തെ നമ്മളെ ബ്രാഞ്ച് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മളെ പ്രവർത്തനത്തിൽ ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, 2016 മുമ്പ് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിന് ശേഷം നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയായി 1,35,000 മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയായി NGO അസോസിയേഷൻ 2011-16 കാലയളവ് മാറിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ശേഷം 2019 ശേഷം നടന്ന പ്രവർത്തനം അത് ശരിക്കും സംഘടനയെ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഘടനാ പ്രവർത്തനം മന്ദീഭവിച്ചു, സംഘടനയിലെ സ്ക്വാഡ് പ്രവർത്തനം അംഗീകരിച്ചു, ജനങ്ങൾ ജീവനക്കാർ ഓഫീസുകളിൽ പോകുന്നത് കുറഞ്ഞു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ട് അസോസിയേഷന്റെ പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജാഫർ ഖാൻ സ്ഥാനമേറ്റതിന് ശേഷമാണ് സംഘടന വീണ്ടും ഒരു പ്രതാപകാലത്തേക്ക് പോയി കഴിഞ്ഞത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള സംഘടന കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മളെ നിലവിലുള്ള കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടുള്ള ഭാരവാഹികൾ മുഴുവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ബ്രാഞ്ചുകളിലും സന്ദർശനം നടത്തി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. എല്ലാ ജില്ലകളിലും പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സംഘടനയുടെ യഥാർത്ഥ ശക്തി നമുക്ക് മനസ്സിലാകുന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് അശോകൻ കരുവാച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വത്സല കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് AT ശശി, ജില്ലാ സെക്രട്ടറി VTP രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് MP ആചാർ, ബ്രിജേഷ് പൈനി, റെനിൽസൺ K തോമസ്, സംസ്ഥാന വനിതാ ഫോറം ജോയിന്റ് കൺവീനർ സായിദ BV, ജില്ലാ ട്രഷറർ VM രാജേഷ്,
ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എം വിജയകുമാർ, രതീഷ് പെരിയങ്ങാനം, സഞ്ജീവൻ അച്ചാംതുരുത്തി, സംസ്ഥാന കമ്മിറ്റി ഓഡിറ്റർ കെ വി സജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഷഫീഖ് തൃക്കരിപ്പൂർ സ്വാഗതവും ട്രഷറർ എം വി രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടത് സംഘടനാ നേതാവിന് വേണ്ടി PSC പരീക്ഷ അട്ടിമറിച്ച് PSCയുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് KSU. കാസർഗോഡ് PSC ഓഫീസ് ഉപരോധിച്ചു. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും കിട്ടാനില്ല. MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. ചെർക്കള മുട്ടത്തോടിയിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുല്ല സി എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. വെള്ളരിക്കുണ്ട് നാട്ടക്കലിൽ എലിവിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് മരിച്ചത്. COA കാസർഗോഡ് മേഖലാ ജനറൽ ബോഡി യോഗം നടന്നു. SSLC, +2 മറ്റു ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 3 വരെ കാലിക്കടവിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കൺവെൻഷൻ നടന്നു. ഇടത് സർക്കാർ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് K നീലകണ്ഠൻ MLA. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.